നല്ല അടിപൊളി മീൻ കിട്ടി. വീട്ടിലെത്തിയപ്പോൾ രാത്രി 10:30. നമുക്ക് നാളേക്കുള്ള കറി വെച്ചാലോ? ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കൊടംപുളി കറി ഉണ്ടാക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് ചട്ടി വെക്കാം. ഒഴിച്ചിട്ട് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് എന്തൊക്കെ ഇടുന്നേ? ഇഞ്ചിയും വെളുത്തുള്ളിയും അരിച്ചത്. അരിച്ചിട്ടില്ല, കലക്കിയതാണ് കേട്ടോ. തക്കാളി, പച്ചമുളക് തക്കാളിയും പച്ചമുളകും ഇളക്കി കൊടുക്കാം. ഒരു 2-2.5 കൊല്ലം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷെബീറെ ഒരു ചാനൽ തുടങ്ങിക്കൂടെ നോക്കാം. കാരണം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യും. യാത്ര പറഞ്ഞാൽ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പല്ല, ചെറിയ ചെറിയ യാത്രകൾ. ഇപ്പം ഇതാക്കുന്ന ഒരു മാസമായിട്ടേ ഉള്ളൂ ആ ഒരു ബോധം വന്നിട്ട്. ഇപ്പം തുടങ്ങി സക്സസ് ആവുമായിരിക്കും, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി കുറച്ചൊരു പച്ച തക്കാളിയാണ്. അപ്പോൾ നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മൂടി വെച്ച് നല്ലോണം നമുക്ക് കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുക്കണ്ടേ. നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൊടംപുളി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നല്ല കളറുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമ്മുടെ കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില കിട്ടിയില്ല. കാരണം ഇപ്പോൾ ഇത്രയും നേരം വൈകി കൊണ്ട് അപ്പുറത്തെ ചേച്ചിൻ്റെ വീട്ടിൽ പോയി പറിക്കുന്നത് മോശമാണല്ലോ, അപ്പോൾ കിട്ടിയില്ല. പിന്നെ വേറൊരു കാര്യം, മീൻകറി എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിവിടെ ചട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ട്രൈ ചെയ്യട്ടോ. നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കിയിട്ട് മൂടി വെക്കാം. നാളേക്ക് വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇന്നലെ രാത്രി മീൻകറി വെച്ചും കൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് പുട്ടാട്ടോ ആക്കണത്. നമ്മൾ പുട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തട്ടാം, നമുക്ക് കഴിക്കാം. ഇന്നലെ രാത്രി നമ്മൾ വെച്ച മീൻകറി കേട്ടോ, അത് നമുക്ക് പുട്ടിന് കൂട്ടി കഴിക്കാം. കുറച്ച് പുട്ടും നമ്മൾ ഇന്നലെ വെച്ച മീൻകറി. കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്.